ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അമ്മൂമ്മയും മാനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ അമ്പലത്തിൽ പോയതുകൊണ്ട് സ്പെഷ്യലായിട്ട് നൈറ്റിന് ഒരു കറി വെച്ചിട്ടില്ല. അപ്പം അമ്മൂമ്മ കുറച്ച് എന്തൊക്കെയോ ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്, നമുക്കത് നോക്കാം. കായപ്പേരി വെക്കുകയാണല്ലേ? കുമ്പളങ്ങയാണോ പടവലങ്ങ പരിപ്പാണോ? കുമ്പളങ്ങ നാളികേരം അരച്ചതാണ് കറി. അപ്പോൾ ഈ 3 ഡിഷാണ് നൈറ്റ് ഫുഡിന്. കുക്കിനെ കാണിച്ചു ഷെഫ്. ഞങ്ങളുടെ ഷെഫാണ് ഗായ്സ്, ഇത് റുക്കുമ. ഉപ്പേരിക്കുള്ള തയ്യാറെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കായും ഓമക്കായും കൂട്ടിയിട്ട് മിക്സ് ആയിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. പിന്നെ രാവിലെ വെച്ച കുമ്പളങ്ങയും പരിപ്പും നാളികേരം അരച്ചതാണ്, ആ കറിയുണ്ട്. പിന്നെ ഈ ഒരു ഉപ്പേരി, ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ചമ്മന്തി. ഞങ്ങൾ പിന്നെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ കൂടുതൽ മെയിനായിട്ട് യൂസ് ചെയ്യുക കുത്തുമുളകാണ് കേട്ടോ. മുളകും പൊടി യൂസ് ചെയ്യും, പക്ഷെ മുളക് പൊടി കുറച്ചേ ഇടുള്ളൂ. പിന്നെ കൂടുതലായിട്ട് കുത്തുമുളകാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ കായ്പേരി സെറ്റായി ഗൈസ്. നമുക്ക് അമ്മൂമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉണക്കമുളക് ചുട്ടെടുത്തത്, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ലേശം കല്ലുപ്പാണ് ഗൈസ് ഇടുന്നത്. ഉപ്പ് ഇടുന്നില്ല, കല്ലുപ്പാണ് അമ്മൂമ്മ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു, ആ പുളി വെള്ളം ഒഴിച്ചു. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഇടുന്നത് അമ്മൂമ്മ നൈസായിട്ടൊന്ന് മറന്നു പോയതാണ് ഗൈസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലി വറുത്ത് പൊടിച്ചത്. മീൻസ് പച്ചക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പച്ചക്കുത്ത് എടുക്കും, അപ്പോൾ ഒരു ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വറുത്തിട്ട് പൊടിച്ചതാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് നേരെ പോയിട്ട് മിക്സിയിലിട്ട് അടിക്കാം ഗൈസ്. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ഞാൻ ഉപ്പേരി റെഡിയായി, കറിയൊക്കെ സെറ്റായി. പക്ഷെ അമ്പലത്തിൽ പോയവർ ഇതുവരെ എത്തിയിട്ടില്ല. അവർ പൂമ്പ ഫെസ്റ്റിന് പോയിട്ട് വരുമ്പോൾ നടന്നിട്ട് വേണം, അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. സോ അതുകൊണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് കുളിക്കണം, കുറച്ച് പരിപാടീസ് ഉണ്ട്.